മാലിനി, നീ ആരെയാ സ്നേഹിക്കുന്നത്? ആ, എനിക്കറിയില്ല. അത് കൊള്ളാം. നീ സ്നേഹിക്കുന്ന ആളിനെ നിനക്കറിയൂടെ? എടി മണ്ടി, ഞാൻ ആരെങ്കിലും സ്നേഹിച്ചാൽ ഞാൻ അറിയുന്നതിന് മുമ്പ് നീ അറിയില്ലേ? പിന്നെ അച്ഛനോട് പറഞ്ഞതോ? അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അച്ഛൻ എന്നെ ശേഖരൻ ചേട്ടന് വിവാഹം കഴിച്ചു കൊടുക്കും. എതിര് പറഞ്ഞാൽ അച്ഛന് മനോവിഷമം ഉണ്ടാകും, വീണ്ടും അസുഖം വരും. അത് ശരിയാ. പക്ഷെ കാമുകനായിട്ട് നമ്മൾ ആരെ കൊണ്ടുപോയി കാണിക്കും? അത് തന്നെയാ ഞാനും ആലോചിക്കുന്നത്. മലതി, ആ വരുന്നത് ആരാണെന്ന് നോക്കിയേ. ഇത് നമ്മുടെ പഴയ ഒച്ചക്കുടുമിയല്ലേ? എന്റെ കാമുകനാണെന്ന് പറഞ്ഞേ ഈ ക്രാക്കിനെ വിളിച്ചോണ്ട് പോയാലോ? ഇപ്പൊ ക്രാക്ക് നീയാ. ഈ ഒച്ചക്കുടുമിയെ കണ്ട നിന്റെ കാമുകനാണെന്ന് നിന്റെ അച്ഛൻ വിശ്വസിക്കൂ? വിശ്വസിക്കുന്ന രീതിയിൽ വേഷം കെട്ടിച്ചാലോ? വണ്ടർഫുൾ ഐഡിയ. വരൂ. സാർ, സാർ, ഒന്നിങ്ങ് വരണം സാർ, വരണം സാർ. അന്ന് റെയിൽ വണ്ടിയിൽ വെച്ച് കണ്ട ജിഞ്ചിന്നാക്കടിയല്ലേ എന്റെ ചക്ക എടുത്തെറിഞ്ഞവര്? അയ്യോ, അതൊരു അബദ്ധം പറ്റിയതല്ലേ സാർ, ഞങ്ങളോട് ക്ഷമിക്കണം. സാറോ? നിങ്ങളുടെ വേലയൊക്കെ മനസ്സിലിരിക്കട്ടെ, എന്റെ കുടുമി പിടിച്ച് വലിച്ചില്ലേ? അയ്യോ, അതൊരു തമാശയല്ലായിരുന്നോ? ഞങ്ങളിപ്പോ സാറിനെ കാണാൻ വന്നതാ. വേല നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ, നിങ്ങളെ പാട്ടിന് പോയി. അയ്യോ പോകല്ലേ സാർ, എന്റെ അച്ഛൻ സുഖമില്ലാതെ കിടക്കുകയാണ്. അതിന് ഞാൻ വൈദ്യനാണോ? വൈദ്യനല്ല, എങ്കിലും ഞങ്ങളുടെ കൂടെ വരണം. എന്തിന്? ഞാനൊരാളെ പ്രേമിക്കുന്നു എന്ന് അച്ഛനോട് കള്ളം പറഞ്ഞു പോയി. പ്രേമമോ? അമ്പടി ജിഞ്ചിന്നാക്കടി. കാമുകനെ വിളിച്ചോണ്ട് ചെന്നില്ലെങ്കിൽ ആകെ കുഴപ്പത്തിലാവും. അച്ഛന്റെ ജീവൻ തന്നെ അപകടത്തിലാവും. അതിന് ഞാൻ എന്ത് ചെയ്യണം? അച്ഛന് സുഖമാകുന്നത് വരെ സാർ ഇവിടെ കാമുകനായിട്ട് അഭിനയിക്കണം. അയ്യോ, എന്നെ കൊണ്ട് പറ്റൂല. അയ്യോ സാർ, പോകല്ലേ സാർ, പോകല്ലേ സാർ. കാടനാണ് വേടനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ കാമുകനാക്കാൻ വന്നിരിക്കുക. അയ്യോ സാർ, പ്ലീസ്, പറഞ്ഞാലേ ഞങ്ങൾക്ക് രക്ഷയുള്ളൂ സാർ. തല പോയാലും കള്ളം പറയരുതെന്നാ എന്റെ അമ്മ പറഞ്ഞിരിക്കുന്നത്. അയ്യോ, ഇത് അമ്മ അറിയണ്ട. അമ്മ അറിയാതെ ഞാൻ ഒരിടത്തും വരൂല. ഒരു പ്രാവശ്യം മാത്രം വന്നാ മതി. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ വരൂല, ഞാൻ കള്ളം പറയൂല. നിങ്ങളെ പാട്ടിന് പോയി ജിഞ്ചിണ്ടാക്കടി. അയ്യോ, ഇതെന്തൊരു ജാതിയാ ദൈവമേ.